ഗായ്സ് വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ ബ്ലാസ്റ്റേഴ്സ് ഫയർ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾക്ക് ചെക്ക് ചെയ്യാനുള്ളത് നമ്മുടെ ആഷ്ലി വെസ്റ്റ്വുഡ് എന്ന് പറഞ്ഞ കോച്ചിനെ പറ്റിയിട്ടാണ്. നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ കോച്ച് എന്ന് പറയാം. അതായത് കെറ്റാലിയെ സാക്ക് ചെയ്തതിന് ശേഷം സീസൺ പകുതി വെച്ച് കൊണ്ടുവന്ന നമ്മുടെ സ്വന്തം ആഷ്ലി വെസ്റ്റ്വുഡ്, നമ്മുടെ ആഷ്ലി ആശാൻ എന്ന് നമുക്ക് പറയാം. ലെജൻഡറി കോച്ച് എന്ന് തന്നെ പറയാം. ഇവാൻ വുക്കോമനോവിച്ചിൻ്റെയൊക്കെ കൂട്ടത്തിൽ പെടുത്താവുന്ന തകർച്ചയുടെ പാതയിൽ നിന്ന് ഉയർത്തിക്കൊണ്ടുവന്ന ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ നമ്മൾ ഉയർത്തെണീപ്പിച്ച് കൊണ്ടുവന്ന ആശാനാണിതെന്ന് പറയാതിരിക്കാൻ വയ്യ. പുള്ളിക്കാരൻ്റെ കീഴിൽ നമ്മൾ അൺബീറ്റൻ റണ്ണ് നമ്മൾ നടത്തിക്കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കീഴിൽ നമ്മൾ 7 മത്സരങ്ങൾ ഇറങ്ങി 5 വിജയം നമുക്കുണ്ട്, 1 സമനിലയുണ്ട്, 1 തോൽവിയേ ഉള്ളൂ. അത് തന്നെ ഡൽഹിക്ക് ശേഷമുള്ള തോൽവിക്ക് ശേഷം പിന്നീടുള്ള 6-7 മത്സരങ്ങൾ നമ്മൾ 6 മത്സരങ്ങൾ തോൽവി അറിഞ്ഞിട്ടില്ല. 6 മത്സരങ്ങൾ നമ്മൾ അൺബീറ്റൻ ആണെന്നുള്ളതാണ്. ഇത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 3ാമത്തെ സ്ട്രീക്കാണ്, 3rd സ്ട്രീക്കാണ്. ഇതിനു മുന്നേ 2021-22 സീസണിൽ ഇവാൻ വുക്കോമനോവിച്ച് കൊണ്ടുവന്ന 9 മത്സരത്തിൻ്റെ വിജയ സ്ട്രീക്ക് ഒപ്പം തന്നെ നിൽക്കാൻ പറ്റുന്ന ഒരു ലെജൻഡറി സ്ട്രീക്കാണെന്നുള്ളതാണ്. പക്ഷേ ആ സീസണൊക്കെ നമ്മൾ നമ്പർ 1 സീസണിൽ ഒന്നായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ സീസൺ നമ്മുടെ ചരിത്രത്തിലെ ഏറ്റവും റോസ്റ്റ് സീസൺ, കണ്ടിന്യൂസ് ആയിട്ട് 5 മത്സരങ്ങൾ പരാജയപ്പെടുന്നു. അവിടെ നിന്നാണ് നമുക്ക് ഇത്തരത്തിലൊരു ഫോം കിട്ടുന്നതെന്നുള്ളതാണ്. ആഷ്ലി വെസ്റ്റ്വുഡ് വരുന്നു, 2-3 നല്ല ക്വാളിറ്റി പൈസ കൊടുത്തിട്ടുള്ള പ്ലേയേഴ്സിനെ കൊണ്ടുവരുന്നു. കരീം ബെനാരിഫ്, ഫളോൻറ്റി, അങ്ങനെ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള വളരെ മികച്ച രീതിയിൽ ഗോട്ട് പ്ലേയേഴ്സ് എന്ന് തന്നെ പറയാൻ പറ്റുന്ന വളരെ മികച്ച ചാമ്പ്യൻ ടീമിന് വേണ്ട ചാമ്പ്യൻ മെൻറ്റാലിറ്റിയുള്ള പ്ലേയേഴ്സിനെ ആഷ്ലി വെസ്റ്റ്വുഡ് കൊണ്ടുവരുന്നു. വളരെ ചെറിയ മാറ്റങ്ങൾ മാത്രം. അവിടെ തന്നെ ഈ ടീം മാറി എന്നുള്ളതാണ് സത്യത്തിൽ ഞാൻ പറയാം. ഈ ടീമിന് ISL കപ്പടിക്കാൻ 100% ഡിസേർവ്ഡ് ആണ്. അതിൻ്റെ കെൽപ്പുമുണ്ട്. എനിക്ക് ഉറപ്പാണ് ഈ സീസണിൽ ഇതേ ടീമും ഇതേ കോച്ചുമാണ് നേരത്തെ ഉണ്ടായിരുന്നതെങ്കിൽ നമ്മൾ ISL ട്രോഫി തൂക്കിയേനെ എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും എനിക്കൊരു ഡൗട്ടുമില്ല. ഇതേ ഫോമിലും ഇതേ ടീമുമാണ് ഉണ്ടായിരുന്നെങ്കിൽ ISL ട്രോഫി നമ്മൾ അടിക്കുമായിരുന്നു, അതിനൊരു ഡൗട്ടുമില്ല. ആഷ്ലി വെസ്റ്റ്വുഡ് ഈസ് ദ ബെസ്റ്റ് കോച്ച് ഇൻ ദ കേരള ബ്ലാസ്റ്റേഴ്സ് ഹിസ്റ്ററി എന്ന് പറയാൻ വയ്യ. കാരണം അത് നമുക്ക് നോക്കണം. ഇനി വരുന്ന രീതിയിൽ നമ്മൾ ചാമ്പ്യനൊക്കെ ആക്കണം. എന്നാൽ നമുക്ക് ഉറപ്പിക്കാം ബെസ്റ്റ് കോച്ചാണ് ഇവാൻ വുക്കോമനോവിച്ചിനെപ്പോൾ തന്നെ. ആൻഡ് ഇറ്റ്സ് എ ബ്രില്യൻ കോച്ച്. നമുക്ക് ഇവാൻ ആശാന് ശേഷം ഏറ്റവും എന്താ പറയുക മികച്ചൊരു കോച്ചായി കിട്ടുന്നത് ഈ ഒരു ആഷ്ലി വെസ്റ്റ്വുഡ് തന്നെയാണ്. അതിന് 2 വാഴകൾ ഇതിനു മുന്നേ വന്നു. വാഴകളിൽ നിന്ന് വിളിച്ചുകൊണ്ട് നിങ്ങളൊന്നും മോശം ചിന്തിക്കരുത്. അത് സത്യം പറഞ്ഞാൽ അവരൊരു കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചോളം കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റാത്ത 2 പേരായിരുന്നു, സ്റ്റെഹറയും കറ്റാലിയും. പക്ഷേ അവർക്ക് പകരം ഒരു ബ്രില്യൻ കോച്ച്, ഇന്ത്യൻ ഫുട്ബോളിനെ നന്നായി അറിയാവുന്ന പഠിച്ചെടുത്തൊരു കോച്ചാണ്, വളരെ മികച്ച കോച്ചാണ്. നമ്മുടെ ഈ ക്ലബ്ബ് തകർന്ന് തരിപ്പണമായി നിന്നപ്പോൾ ഈ ക്ലബിനെ ഉയർത്തിക്കൊണ്ടുവന്ന കോച്ചാണ് ഈ ആഷ്ലി വെസ്റ്റ്വുഡ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തെ നിലനിർത്തണം, അതാണ് എൻ്റെ ഒപ്പീനിയൻ എന്ന് വെച്ചാൽ ആഷ്ലി വെസ്റ്റ്വുഡ് അടുത്ത സീസണിൽ കൊണ്ടുവരണം. അദ്ദേഹം ഈ ടീമിനൊരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചു. ഇവാൻ വുക്കോമനോവിച്ച് എങ്ങനെയാണോ 2021 നമുക്കൊരു ഫൗണ്ടേഷൻ സ്ഥാപിച്ചത്, അതുപോലൊരു ഫൗണ്ടേഷൻ ഇപ്പോൾ നമ്മുടെ അടുത്തുണ്ട്. ഇത് അടുത്ത സീസണിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രോഫി വിന്നിങ് ടീമാക്കാം. പകരം ഇദ്ദേഹത്തെ പുറത്താക്കുകയും പ്ലേയേഴ്സിനെയും പുറത്താക്കിക്കൊണ്ട് അൺസർട്ടനിറ്റി എന്ന് പറയുന്നുണ്ട്. ദൈവമേ, അൺസർട്ടനിറ്റി എന്ന് പറഞ്ഞാൽ കഥം തീർന്നു. ഇപ്പോൾ തന്നെ ഞാൻ കേൾക്കുന്ന വാർത്ത അനുസരിച്ച് വെസ്റ്റ്വുഡിനെ വിടാൻ പോകുമെന്നൊക്കെയുള്ള വാർത്തകളൊക്കെ ഉണ്ട്. മോഹൻ ബഗാനൊക്കെ അവിടെ ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ലോബേറിനെ അവിടെ സാക്ക് ചെയ്തു. വെസ്റ്റ്വുഡിനെ കൊടുക്കാൻ പോവുകയാണ് ഓരോ. അങ്ങനെ ഒരു വെസ്റ്റ്വുഡിനെ കൊടുത്തു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റിനെ തീർക്കണതാണ് നല്ലത്. മറ്റൊരു കാര്യം പറയാനില്ല. ഏറെക്കുറെ നമുക്കിപ്പോൾ നല്ലൊരു ടീമും അത്യാവശ്യം ഒന്നുണ്ട്. ഇത് കൊണ്ട് കളയരുതെന്നാണ് എനിക്ക് മാനേജ്മെൻറ്റിനോട് പറയാനുള്ളത്. ശരിയാണ്, അൺസർട്ടനിറ്റിയാണ്. പക്ഷേ ഡ്യൂറൻ കപ്പൊക്കെ നമുക്ക് കളിച്ചിനിപ്പോൾ നേടാവുന്നൊരു അവസരമുണ്ട്. അത് കൊണ്ട് കളയരുത്, എനിക്ക് പറയാനുള്ളതാണ്. ഇത്രയേ ഉള്ളൂ. ആഷ്ലി വെസ്റ്റ്വുഡിനെ എക്സ്റ്റെൻഡ് ചെയ്യുക, അത് മാക്സിമം എല്ലാവരും പറയണം, മാനേജ്മെൻറ്റിൻ്റെ മുന്നിലെത്തിക്കണം. വെസ്റ്റ്വുഡ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യണം. വെസ്റ്റ്വുഡിലൂടെ ലോങ് ടേം കോൺട്രാക്റ്റ് കൊണ്ടുവരണം എന്നുള്ള. അടുത്ത 10 വർഷത്തേക്കെങ്കിലും വെസ്റ്റ്വുഡ് തന്നെ ഈ ക്ലബിൻ്റെ കോച്ചായിരിക്കട്ടെ. അതാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. ഇതേ പ്ലേയേഴ്സ് ഉണ്ടാവണം, എന്നാലേ നമുക്കൊരു ചാമ്പ്യൻ ടീമിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. അത്രേ ഉള്ളൂ. ഗൈസ്, ബൈ.